ചൂരൽമല ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി സംസ്ഥാന സർക്കാർ ഒരുക്കിയ വയനാട്ടിലെ ടൌൺഷിപ്പ് താക്കോൽ കൈമാറ്റത്തിലേക്ക് ഒരുങ്ങുകയാണ്. നാളെയാണ് ചടങ്ങ്. അപ്പോൾ നമുക്ക് ഒപ്പം അതിന്റെ ഒരു ശില്പി അല്ലെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിച്ച ആൾ ജില്ലാ കളക്ടർ DR മേഘശ്രീ ഉണ്ട്. മാഡം, നമ്മൾ ലോകം കാണാത്ത അല്ലെങ്കിൽ നമ്മുടെ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. ഒക്കെ വിറങ്ങലിച്ചു പോയ ദിനങ്ങൾ. അന്നത്തെ ഒരു കളക്ടറുടെ പെയിൻ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ ഒരു ടൌൺഷിപ്പ് ഒരു യാഥാർത്ഥ്യത്തിലേക്കാകുമ്പോൾ ഒരു വേദനകൾക്കപ്പുറം ഒരു പുഞ്ചിരിയിലേക്ക് നീങ്ങുന്നുണ്ടല്ലേ? എങ്ങനെ തോന്നുന്നു ഈ ഒരു ദൌത്യം ഏതാണ്ട് ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ? ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും വയനാടിന്റെ അഭിമാന നിമിഷമാണ്, അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു അഭിമാന നിമിഷമാണ്. ഇതിൽ ഒരുപാട് ആൾക്കാർ നമ്മളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന്റെ ഒരു നല്ല ഒരു തീരുമാനങ്ങളും സമയബന്ധിതമായിട്ട് നമുക്ക് തന്ന ആ ഒരു ആശ്വാസം, ആ ഒരു ലീഡർഷിപ്പ്, ബഹുമാനപ്പെട്ട CM, ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട കേളു മിനിസ്റ്റർ, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വകുപ്പും. ബിക്കോസ് ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. എഡ്യൂക്കേഷനിന്റെ നമുക്ക് അസിസ്റ്റൻസ്, എഡ്യൂക്കേഷനിന്റെ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെ ഒരുപാട് വകുപ്പിനെ കൂടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എല്ലാവരും വയനാടിനെ ഒരു പ്രയോറിറ്റി ആയിട്ട് എടുത്തു, നമ്മളോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു. സമയബന്ധിതമായിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലാണ് ഉദ്യോഗസ്ഥരും ഇതിലെ ജോലി ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹയർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള നമ്മൾ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ആണെങ്കിലും, നമ്മൾ റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, അതുപോലെ തന്നെ ഫിനാൻസിന്റെ സെക്രട്ടറിയും നമ്മുടെ ഹോം സെക്രട്ടറി, എല്ലാവരുടെ ഒരു വലിയ നേതൃത്വമാണ് ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതും. നമ്മളും അവർ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ ഡെലിവർ ചെയ്യാനും സാധിച്ചു. ഇവിടെ ജില്ലാ ഭരണകൂടം മുഴുവനായിട്ട് നമ്മൾ 2 ഇലക്ഷൻ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസും, മൺസൂൺ ആക്ടിവിറ്റീസും, വന്യമൃഗശല്യം, ഇങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉള്ള ജില്ലയാണെങ്കിലും എപ്പോഴും നമ്മളെ പ്രൈമറി ഫോക്കസ് ഡിസാസ്റ്റർ അഫക്റ്റഡ് ഫാമിലീസിന്റെ വെൽഫെയർ തന്നെ ആയിരുന്നു. അപ്പൊ ഇതൊക്കെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ 1.5 കൊല്ലം കൊണ്ടും ഇവിടെ വരെ എത്താൻ സാധിച്ചല്ലോ, അതിന്റെ ഒരു വലിയ സന്തോഷം എനിക്കുണ്ട്. ഈ സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്നാണ്. കാരണം ഒരു ബ്യൂറോക്രാറ്റുകൾക്ക് തീരുമാനിച്ചാലും പെട്ടെന്ന് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിപ്പം 1.5 വർഷം കഴിയുമ്പോഴും അത് ഒരു അൺയൂഷ്വൽ സ്പീഡാണ് ഇല്ലേ? സാധാരണ ഒരു കാര്യത്തിൽ പോകുമ്പോൾ അതിനേക്കാൾ സ്പീഡുണ്ട്. പക്ഷെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ലേ? എന്തൊക്കെയാണ് ആ ചാലഞ്ചസ് നേരിടേണ്ടി വന്നത് ഈ സ്ഥലമേറ്റെടുപ്പ് മുതൽ? അതെ നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാടിലെ നമുക്ക് ഒരു ലാർജ് എക്സ്റ്റെന്റ് ഓഫ് ലാൻഡ്, ഇത്രയും ആൾക്കാരെ താമസിപ്പിക്കാൻ, ഒരു വീടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഗവൺമെന്റ് ഭൂമി ഇല്ല. അതൊരു വലിയ ചാലഞ്ചാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു ഭൂമി കണ്ടെത്താം? പിന്നെ ദുരന്ത ബാധിതരെ കൊണ്ടുവന്നിട്ട് ഒരു ദുരന്ത മേഖലയിലെ താമസിപ്പിക്കാൻ പറ്റൂല. സോ ഏറ്റവും നല്ല ഭൂമി ആയിരിക്കണം. പിന്നെ ദുരന്ത ബാധിതരും വന്നിട്ട് എവിടെയോ ഒരു മൂലയ്ക്ക് കൊണ്ടുപോകാനും പറ്റൂല. അവർക്ക് എല്ലാവർക്കും തിരിച്ച് ഒരു ജീവിതത്തേക്ക് പോവാൻ അവസരമുള്ള ഒരു ഭൂമി ആയിരിക്കണം. സോ ഇങ്ങനെ നമ്മൾ ഒരു 8-10 ലാൻഡ് പാർസൽസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ആണോ അത് അല്ല കൺഫേം ആക്കാൻ ഒരു സ്പെഷ്യൽ ടീം ഇവിടെ വന്നു. നമ്മൾ 2 ഭൂമികളാണ്, നെടുമ്പാലയും പിന്നെ എൽസ്റ്റൺ എസ്റ്റേറ്റാണ് നമ്മൾ ഫൈനൽ ആക്കിയത്. പിന്നെ നമ്മൾ എൽസ്റ്റൺ എസ്റ്റേറ്റിനാണ് നമ്മൾ ബഹുമാനപ്പെട്ട CM ക്യാബിനറ്റ് ഒരു തീരുമാനം എടുത്തത്. സോ ഇങ്ങനെയാണ് ഒരു ഭൂമിയുടെ കണ്ടെത്തൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലീഗലായിട്ടുള്ള കോംപ്ലക്സിറ്റീസ് നമുക്കിതിലെ ഉണ്ടായിരുന്നു, കോടതി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം നമുക്ക് കോടതി സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ട് ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്ക് വൈകുന്നേരം ആണ് എനിക്ക് കോൾ വരുന്നത്. ഞാൻ അപ്പോഴും ഓഫീസിലെ ഫയൽസുകൾ നോക്കിക്കൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 7 മണിക്ക് നമുക്ക് കോൾ കിട്ടി. ഒരു 11:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. സോ വി വർ പ്രിപ്പയർഡ് സോ മച്ച്. നമ്മൾ ബാക്കിയുള്ള അതന്നെ വലിയ വാർത്തയായിരുന്നു. രാത്രിയിൽ കൊണ്ട് അല്ലെ ബോർഡ് സ്ഥാപിച്ച് നമ്മുടേതാക്കി മാറ്റി. അതെ ബിക്കോസ് ചിലപ്പോൾ ബഹുമാനപ്പെട്ട കോടതി എന്തെങ്കിലും സ്റ്റേ എന്തെങ്കിലും തന്നാൽ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുവാണെങ്കിലും സ്റ്റേറ്റസ് കോ ഇസ് വർക്ക് ഈസ് സ്റ്റാർട്ടഡ്. അപ്പോൾ അവർക്ക് അങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഇത്രയോ ആൾക്കാരിനെ നമുക്ക് എത്ര വേഗം അവരെ പുനരധിവസിപ്പിക്കാം, അതായിരുന്നു നമ്മളെ ലക്ഷ്യം. സോ അതുകൊണ്ടാണ് ഇതൊക്കെ എല്ലാം ചെയ്യാൻ ഒരു വിൽ പവർ വേണം. നമ്മളെ ഉദ്യോഗസ്ഥരും അത്രയും നല്ല രീതിയിൽ അത്രയും എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഇതിനു വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട്. ദെൻ അഗൈൻ നമുക്ക് എല്ലാവർക്കും അറിയാം വയനാടിന്റെ കാലാവസ്ഥ. നമുക്ക് ഓൾമോസ്റ്റ് നവംബർ വരെ നല്ല റെയിൻഫോൾ ആയിരുന്നു. അപ്പോൾ ആ സമയത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ULCCS, കിഫ്കോൺ സ്പെഷ്യൽ ഓഫീസറിന്റെ നേതൃത്വത്തിൽ, COന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് വർക്ക്സ് ഒക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 178 ഏകദേശം ഫിസിക്കൽ കംപ്ലീഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു വീക്കും നമുക്ക് വൈകുന്നേരങ്ങളിൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ എക്സ്റ്റീരിയർ പെയിന്റിംഗ് ഒക്കെ ചെയ്യാൻ നമുക്ക് ചില ഡിലേസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ വരെ നമ്മൾ എത്തിയതിന്റെ ഒരു വലിയ സന്തോഷമുണ്ട്. വലിയ ബഡ്ജറ്റ്, അതൊരു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ച വരുന്നുണ്ട്. 22 ലക്ഷം രൂപയ്ക്ക് 7 സെന്റിൽ എന്താണ് സാധാരണ 4-5 ലക്ഷം രൂപയാണ് ലൈഫിലൊക്കെ കൊടുക്കുന്നത്. എന്താണ് ഇത്ര വലിയ കോസ്റ്റിലായത്? എങ്ങനെയായിരുന്നു ഇതിന്റെ ഗുണനിലവാരം? ഇതിലെ എല്ലാം വാറന്റി ഉള്ള സാധനമാണ്. ടാറ്റയുടെ ഡോറാണ്.
സോ ഇങ്ങനെയുള്ള പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മൾ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ലാതെ ഇനി ഫ്യൂച്ചർ എക്സ്പാൻഷനിന്റെ സ്കോപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഇതും ബേസ്മെന്റ് ആയിട്ടൊന്നും നമ്മൾ വെച്ചിട്ടില്ല. വളരെ സ്ട്രെങ്ത് ഉള്ള ബേസ്മെന്റ് ആണ്. അതുപോലെ തന്നെ അർത്ത്ക്വേക്ക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇതൊക്കെ എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അത്ര കോസ്റ്റ് വരും. അപ്പോൾ 22 lakhs ആണ് പെർ ഹൗസിന് നമ്മൾ ഇപ്പോൾ കണക്ക് വെച്ചിട്ടുള്ളതും. ആൻഡ് നമ്മൾ കാണുമ്പോൾ, അകത്ത് പോയി കാണുമ്പോൾ ഓരോരോ സാധനത്തിന്റെ നമുക്കത് മനസ്സിലാവും ക്വാളിറ്റി എങ്ങനെയാണ്. ഇപ്പോൾ ദുരന്തഭയത്തന്നെ എത്ര തവണ ഇവിടെ വന്നിട്ട് നോക്കിയിട്ടുണ്ടോ, അവരെല്ലാവരും സംതൃപ്തരാണ്. ക്വാളിറ്റി ആണെങ്കിലും ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, അവരെല്ലാ സമയത്തിലും നമ്മൾ അവരെ കൂടെ ഇരുന്നിട്ട് കൺസൾട്ടേഷൻ ചെയ്തിട്ട് അവർക്കും ഓൺ ബോർഡ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മൾ ചിത്രത്തിലോ വീഡിയോയിലോ കാണുന്ന പോലല്ല, നേരിട്ട് കാണുമ്പോൾ അത് വരുന്നവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. യെസ്. ഇതിൽ ഒരുപാട് ആൾക്കാരും ബസ്സൊക്കെ പിടിച്ച് കാണാൻ വരുന്നുണ്ട്. വന്ന മുഴുവൻ ആൾക്കാരും ഒരു അത്ഭുതം എന്താണ് പറയുന്നത്. ബിക്കോസ് ഒരു ഗവൺമെന്റ് ഇത്ര ഒരു സമയത്തിലെ ഇത്ര വലിയ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ പറ്റുമോ, എല്ലാവരും അപ്രീഷിയേറ്റിംഗ്. പക്ഷെ അവിടെ ഒരു നഷ്ടബോധം ഉണ്ടല്ലേ, ഈ ഗവൺമെന്റിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞു പോയവരുണ്ട്. ഇപ്പോൾ 15 ലക്ഷം രൂപ വാങ്ങി മറ്റിടങ്ങളിലേക്ക് അവർക്ക് ഈ മൊത്തത്തിലൊരു എസ്റ്റാബ്ലിഷ്മെന്റ്സ് കാണുമ്പോൾ ഒരു നിരാശയുണ്ടെന്ന് തോന്നുന്നല്ലേ? കുറച്ച് ആൾക്കാർ അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് 15 ലക്ഷം നമ്മൾ തിരിച്ചടയ്ക്കാൻ തയ്യാറാണ്, നിങ്ങൾ വീട് തരുവോ പറഞ്ഞിട്ട്. അത് നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളതും. ബിക്കോസ് അത് ഗവൺമെന്റിന്റെ ഒരു ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്. ബിക്കോസ് നമുക്ക് ഇപ്പോഴും ഗവൺമെന്റിലാണ് ട്രസ്റ്റ് ഉള്ളതും പറഞ്ഞിട്ട് ആൾക്കാർ തിരിച്ചു വരുമ്പോൾ നമ്മളത് നിരസിക്കാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ വീടും വേണ്ട, ഫിനാൻഷ്യൽ അസിസ്റ്റൻസും വേണ്ട പറഞ്ഞു പോയ ആൾക്കാരും ഇപ്പോൾ വീടിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ എന്തായാലും ഏതൊരു ദുരന്ത ബാധിതരാണെങ്കിലും അവർക്ക് വാട്ട് എവർ ഈസ് എലിജിബിൾ ഫോർ ദം ഡെഫിനറ്റ്ലി നമ്മൾ അതെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവര് വലിയ വിഷമത്തിൽ വന്ന ആളുകളുണ്ടോ? അതായത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വല്ലാത്ത നിരാശ ചിലപ്പോൾ വരും. വന്നിട്ടുണ്ട്. കുറെ ആൾക്കാർ എന്റെ മുമ്പിൽ ഇരുന്നിട്ട് കറന്നിട്ടുണ്ട്. മാഡം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം, നമ്മൾ അങ്ങനെ പറ്റുപോയി ആ സമയത്തിലെ പറഞ്ഞിട്ട് കറഞ്ഞ ആൾക്കാരുണ്ട്. ഡെഫിനറ്റ്ലി നമ്മളത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. അവർക്ക് പരിഗണിക്കും. പക്ഷെ ആ പൈസ റീപേ ചെയ്യണമായിരിക്കും. അതെ. അവർ 15 ലക്ഷം തിരിച്ചടക്കും. അവർക്ക് നമ്മളൊരു വീട് അനുവദിക്കും. ഈ പട്ടികയുടെ കാര്യത്തിൽ ഈ അനോമലീസ് ഉണ്ടോ? ഈ അങ്ങനെ പല പരാതികളൊക്കെ വന്നിരുന്നു. ഈ ബെനിഫിഷ്യറീസിനെ തെരഞ്ഞെടുത്തതിൽ എന്തായിരുന്നു മാനദണ്ഡം? ഈ പട്ടികയ്ക്ക് പുറത്തായ ആളുകൾ ഇനിയും ഉണ്ടോ? നമ്മൾ phase 1, 2A, 2B പട്ടികകളാണ് നമ്മൾ ഉള്ളത്. എല്ലാം വളരെ ഒരു സയന്റിഫിക് ആയിട്ട് ഒരു അസസ്മെന്റ് ചെയ്തും ഗോ സോൺ, നോ ഗോ സോൺ തിരിച്ചിട്ട് അതിലെ ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇനിയും ഗവൺമെന്റ് മുമ്പിലെ അപ്പീൽ ബാക്കിയുണ്ട്. വി ആർ സ്റ്റിൽ ഓപ്പൺ. ഏതെങ്കിലും അങ്ങനെ ആളുണ്ടെങ്കിൽ വി ആർ സ്റ്റിൽ ഓപ്പൺ ടു കൺസിഡർ. ഇങ്ങനെ ആളുകൾ സമരം തുടങ്ങാൻ പോകുന്നൊക്കെ പറയുന്നു. അത് അങ്ങനെ വരാൻ എന്താണ് സാഹചര്യം ഉണ്ടായത്? ഈ അങ്ങനെ ഒഴിവാക്കപ്പെട്ടവരുണ്ടോ? അല്ല, അതിലെ ഈ പടവട്ടിക്കുന്നു, ഈ കൊയ്നാകുളം, നീലിക്കാപ്പു, കശ്മീർ ദ്വീപ, പിന്നെ അട്ടമല ഭാഗത്തിലുള്ള ആൾക്കാരും അതൊക്കെ എല്ലാം നമ്മളെ നോഗോ സോണിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളല്ല. സോ നിലവിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് അവരെ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. അവരാണ് കൂടുതലായിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നത്. അതല്ലാതെ 2B ലിസ്റ്റിലെ വരുന്ന ആൾക്കാരും പാടി നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട്. സോ ഇതാണ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. അതല്ലാതെ നിലവിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് മുഴുവൻ ആൾക്കാരും ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോ എന്നത്തേക്ക് ആളുകൾക്ക് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയും? കാരണം ഇപ്പോഴും വാടക വീടുകളിലാണ് ആളുകൾ കഴിയുന്നത്. ഇത് നമ്മളിനി നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫിസിക്കൽ കംപ്ലീഷൻ ഏകദേശം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉൾപ്പെടെ, വാട്ടർ കണക്ഷൻ ഉൾപ്പെടെ, സോലാർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഇനി നമ്മളെ STPയുടെ ഒരു കമ്മീഷനിങ് വർക്ക് ഉണ്ട്. കുറച്ച് ഇന്റർണൽ റോഡ്സിന്റെ കുറച്ച് വർക്ക്സ് ഒക്കെ എല്ലാം അതും കൂടി നമ്മൾ മിഷൻ മോഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടൻ നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കി ബാക്കിയുള്ള വർക്ക്സും കൂടി നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. അതിപ്പോ കേവലം വീട് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഒരു ഏരിയ മാത്രമല്ല, ഇതിനകത്തൊരു ഹോസ്പിറ്റൽ വരാൻ പോകുന്നു, സ്കൂൾ വരാൻ പോകുന്നു, മറ്റ് ബേസിക് അമ്യൂണിറ്റീസ് എല്ലാം. ബേസിക് എന്ന് പറഞ്ഞാൽ പോരാ, കുറച്ചുകൂടെ അൾട്രാ അമ്യൂണിറ്റീസ് വരാൻ പോകുന്നു അല്ലെ? അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു സോഷ്യൽ ലൈഫിന് പാകമായ രീതിയിലല്ലേ ഇവിടുത്തെ ഒരു റീഹാബിലിറ്റേഷൻ? അതെ, നമുക്ക് phase 1 പറയുന്നതും വീടിന്റെ കൺസ്ട്രക്ഷൻ ആയിരുന്നു. ബിക്കോസ് അതാണ് നമുക്ക് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് ഇനി അംഗനവാടി ഉണ്ട്, PHC ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്കൂളിന്റെ പ്രപ്പോസൽ നമ്മൾ ഗവൺമെന്റിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഒരു ബിൽഡിംഗ്, നെക്സ്റ്റ് ബിൽഡിംഗിന്റെ ഇനാഗുറേഷൻ, ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് ഉൾപ്പെടുത്തി എല്ലാം ലൈക്ക് ഹയർ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഇനാഗുറേഷനും കൂടി നമ്മൾ ഇതിനെ കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ അമ്യൂണിറ്റീസും ഇനി ഇവിടെ തന്നെ ആയിരിക്കും. ബിക്കോസ് ഇത് മുഴുവനായിട്ട് ഒരു വീട് മാത്രം ഉണ്ടാക്കി കൊടുക്കുന്നതല്ലാതെ അവർക്കും വളരെ നല്ല രീതിയിൽ താമസിക്കാനും ജീവിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും കൊടുക്കണം എന്നാണ് ഗവൺമെന്റിന്റെ പ്രയോറിറ്റി. ചില ട്രൈബൽ ഫാമിലീസിന്റെ ഒരു 13 പേരൊക്കെ അല്ലെ ഒറ്റപ്പെട്ട, അവരുടെ കാര്യത്തിൽ എന്താണ്?
നമുക്ക് യൂഷ്വലി എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ യൂഷ്വലി നെഗ്ലക്ട് ചെയ്തു പെടുന്ന ഒരു വർഗം പറയുന്നത് വൾനറബിൾ ഗ്രൂപ്പ്സ് ആണ്. അതിലെ കുട്ടികളാണ്, പിന്നെ വിമൻ ആണ്, പിന്നെ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളാണ്, പിന്നെ ട്രൈബൽ ഗ്രൂപ്പ്സ് പോലെയുള്ള വൾനറബിൾ കമ്മ്യൂണിറ്റീസ് ആണ് ഇതിൽ ഒറ്റപ്പെട്ടു പോകുന്നത്. ഈ ദുരന്തം കൈകാര്യം ചെയ്തതിന്റെ ഒരു വിശേഷത പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ ചൈൽഡ് കെയർ പ്ലാൻ, എല്ലാ വിമനിനും അവർക്ക് എംപവർമെന്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ബെയിലി പോലെയുള്ള സാധനങ്ങളും അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ 13 ട്രൈബൽ ഫാമിലീസിനും ആവശ്യമായിട്ടുള്ള ഭൂമി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ ഇച്ഛ അനുസരിച്ചിട്ട് അവിടെ തന്നെ നമുക്ക് ഈ 13 വീടുകളും ഇതുപോലെ തന്നെ വീടുകളും അവിടെ നമുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. കർണാടക ചിത്രദുർഗയാണ് നേറ്റീവ് പ്ലേസ്. പക്ഷേ വയനാട് ഇപ്പോൾ സ്വന്തം വീട് പോലെയല്ലേ? ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഒരു ഇമോഷണലി ഒരു കണക്ഷൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ മിഷൻ ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തുമ്പോൾ? കർണാടക എന്റെ ജന്മഭൂമിയാണെങ്കിലും കേരള എന്റെ കർമ്മഭൂമിയാണ്. അപ്പോൾ എല്ലാവിധ റെസ്പെക്റ്റും എല്ലാവിധ അറ്റാച്ച്മെന്റും എനിക്ക് കേരളത്തിന് കൂടെ ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ കളക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ കളക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ വലിയ ഒരു ദുരന്തം ഉണ്ടായി. അപ്പോൾ ബെസ്റ്റ് പോസിബിൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും അത് ചെയ്തതിന്റെ ഒരു ആത്മവിശ്വാസ, ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ആൾക്കാരുടെ ഒരു അപ്രിസിയേഷൻ, അത്രയും അക്സെപ്റ്റൻസ് ആണ്. എവിടെ പോവുകയാണെങ്കിലും നമ്മളെ കളക്ടർ വയനാടിന്റെ സ്വന്തം കളക്ടർ പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ബോണ്ടിങ് എല്ലാവരോടൊപ്പം എനിക്ക് ഉണ്ട്. സോ ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലവ് ആൻഡ് അപ്രിസിയേഷൻ ദാറ്റ് പീപ്പിൾ ഹാവ് ഗിവൻ മീ. എല്ലാവർക്കും ഇത് കിട്ടൂല്ല. നമ്മൾ എല്ലാവരും ജോലി ചെയ്യും. യൂഷ്വലി ഓഫീസേഴ്സ് സൈലന്റ് ആയിട്ട് നമ്മൾ ജോലി ചെയ്തിട്ട് പോകും. എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു അംഗീകാരം, ഇങ്ങനെയുള്ള ഒരു ലൈക്ക് ലവ് ആൻഡ് അഫെക്ഷൻ കിട്ടൂല്ല. പക്ഷെ ഐ എം വെരി ലൈക്ക് ഗ്രേറ്റ്ഫുൾ. വയനാടിന്റെ ആൾക്കാർ അത്രയും ഇന്നോസെന്റ് ആണ്, അത്രയും നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഇത്രയും എവിടെ പോവുകയാണെങ്കിലും അങ്ങനെ പറയുന്നത്. അതിലുപരി എനിക്ക് തോന്നുന്നത് ഈ ദുരന്തബാധിതരായ ആളുകൾ, അവരുടെ ലവ് ആൻഡ് അതാണ് കുറച്ചുകൂടെ സ്പെഷ്യൽ. കാരണം എന്നും സിസ്റ്റത്തോട് പരാതിയായിരിക്കും അവർക്ക്. കാരണം അവരൊരു വലിയ ദുരന്തം അതിജീവിച്ചവരാണ്. അവരുടെ കാര്യങ്ങൾ ഓരോ ദിവസം വൈകുമ്പോഴും അവർക്കൊരു മനസ്സിലൊരു വിഷമമായിരിക്കും. പക്ഷെ അവിടെയും ഒരു കളക്ടർ പറഞ്ഞാൽ അവർ കേൾക്കുന്നുണ്ട്. അതാണ് ഏറ്റവും അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? ഐ എം വെരി ലൈക്ക് താങ്ക്ഫുൾ ഫോർ ദെയർ സപ്പോർട്ട്. എസ്പെഷ്യലി ആ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ്. അവരുടെ വീടും അവരുടെ ആൾക്കാരും അവരുടെ ഫാമിലി മുഴുവൻ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ്. പക്ഷെ നമ്മളോടൊപ്പം അവർ കാണിക്കുന്ന ആ ഒരു കോർഡിനേഷൻ ആണെങ്കിലും നമ്മളോടൊപ്പം, ബിക്കോസ് അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ഒരു വീട് ഡിസൈൻ ഫൈനൽ ആക്കണമെങ്കിലും അവർ സമ്മതിക്കണം. സ്ഥലം ആണെങ്കിലും ലിസ്റ്റ് ആണെങ്കിലും മറ്റുള്ള എന്ത് ബെനിഫിറ്റ്സ് കൊടുക്കണമെങ്കിലും അവർ സമ്മതിക്കണം. സോ എല്ലാ സമയത്തിലും നമ്മൾ ഒരുപാട് അവരുടെ കൂടെ ഇരുന്നിട്ട് നെഗോസിയേഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലൈക്ക് അവർ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും അവർ നമ്മളോടൊപ്പം കാണിച്ചിട്ടുള്ള ആ ഒരു എന്താണ് ആ കോർഡിനേഷൻ, ആ ഒരു കോപ്പറേഷന് വേണ്ടി ഐ എം എവർ ഗ്രേറ്റ്ഫുൾ ടു ദം. എന്തായാലും കളക്ടർ DR മേഘശ്രീ ആയിരുന്നു. വലിയൊരു ദൌത്യമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ആ ദൌത്യത്തിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ വലിയ സ്നേഹം ദുരന്തബാധിതരിൽ നിന്നും ഒപ്പം വയനാടൻ ജനതയും നൽകുന്നു. ഇവിടെ എത്തുന്ന ഓരോ ആളുകളും അവരെ അഭിനന്ദിച്ചാണ് മടങ്ങുകയും ചെയ്യുന്നത്. ഉദ്ഘാടനത്തിലേക്ക് നീങ്ങുമ്പോൾ സർക്കാരിന് തികച്ചും അഭിമാനിക്കാനാവുന്ന ഒരു നേട്ടം തന്നെയാണ് ഈ കൽപ്പറ്റയിൽ ഒരുങ്ങുന്നത്.